എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ബിഗ് ബോസിനകത്ത് കറക്കും തളിക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകടകരമായിട്ടുള്ള ഗെയിമുകളൊക്കെ ഇനി വരാൻ പോണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 50 ലക്ഷം കൊടുക്കേണ്ടതാണ്. ആരാണ് ഗെയിമറിൽ മിടുക്കൻ, ആരാണ് ഇത് അടിപൊളിയായിട്ട് ചെയ്യുന്നത്, അത് ആരെയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം, അവരൊക്കെ വോട്ടുകൾ നോക്കിയിട്ടാണ് ഇനി ഇവിടെ നിന്നുള്ള നീക്കം. അപ്പോൾ അതുകൊണ്ട് കറക്കും തള്ളിക ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊരു റൗണ്ടിന് ഒരു സാധനമുണ്ട്, അതിൻ്റെ ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങിയിട്ടുള്ളൊരു കളിയാണ്. അപ്പോൾ അത് ഒരുപാട് ആരാണ് ജയിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. നമ്മൾ പ്രേമ കണ്ടൊന്നും മാത്രമല്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ആധികാരികമായിട്ട് കടന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇവിടെ പുറത്ത് ആകെ തിക്കും തിരക്കും തൃശ്ശൂർ വിളക്കാം. കാരണം എന്താണ്, ഇന്നലെ ജയിച്ചത് സാബ് മേനാത്ര. അവൻ ആ ബ്രൂസ്ലിയുടെ ഒരു മോന്തയില്ലെന്ന് മാത്രമല്ലോ, അവനെ ഒരു ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളില്ല. അവനൊക്കെ എന്നാ അടിച്ച് പുറത്താക്കണമെന്നറിയാം. പെരട്ട ആ ബ്രൂസിലിയുടെ മോന്തിയും വെച്ച് അവൻ കിടന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ഒരു ക്യാപ്റ്റൻ ആയപ്പോഴാണ് അവൻ്റെ വായിൽ നാക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലായത്. അല്ലെങ്കിൽ പിന്നെ ലാലേട്ടൻ വന്ന് വിളിക്കണം, ഷാബുമേൻ എവിടെയാണ് ഷാബുമേൻ, ഞാൻ ഇവിടെ ഉണ്ട് ലാലേട്ട, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണ ഊമ്പനവൻ. അപ്പോൾ ആ ഊമ്പന് ഇന്നലെ ഇതിൻ്റെ ഒരു ടാസ്കിൽ ആ ഊമ്പനാണ് അത്ര ജയിച്ചത്. ഇത്രയും കഷ്ടപ്പെട്ട് നിന്ന ആര്യനാണ് ജയിച്ചത്. എല്ലാവരും ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് എല്ലാവരും പോയി കിടന്ന് ഉറക്കായി. പാതിരയ്ക്ക് ഞാൻ കളി കഴിഞ്ഞത്. അപ്പോൾ ഈ ഊമ്പൻ, ഈ ബ്രൂസിലി, അവൻ്റെ മോന്ത ബ്രൂസിലിയെ പോലെ, അതാണ് ഒരു ചെറിയ ആൾക്കാർക്ക് സ്വല്പം വോട്ട് ചെയ്യുന്നത്. ആ ബ്രൂസിലി മോന്തക്കാരൻ പറയാം, അതെ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് നമുക്ക് ടാസ്ക് നിർത്താം, ഒരുമിച്ച് കാല് നിലത്ത് കുത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ആര്യം പറഞ്ഞു ഓക്കെ നമുക്ക് ഒരുമിച്ച് നിലത്ത് കുത്താം, നമുക്കൊരു കാര്യം നമുക്കൊരു അന്താക്ഷരി കളിക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരും അന്താക്ഷരി കളിച്ചു. അന്താക്ഷരി കളിച്ചതിൽ കാല് നിലത്ത് കുത്തേണ്ടത് നമ്മുടെ ബ്രൂസ്ലി മോന്തക്കാരൻ സാബുമേനാണ്. അപ്പോൾ അവൻ കാല് മാറി, അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വർത്താനം പറഞ്ഞപ്പോൾ അവനാണ് ആദ്യം കൈവിട്ടത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആരും കൈവിട്ടത്. 1078 ക്യാമറ അവിടെ ഉണ്ട്. അവരാരും കാണാത്തത് നമ്മുടെ യൂട്യൂബേഴ്സ് കണ്ടു. അത് ജയിച്ചത് ആര്യനത്ര. ഇത് പണ്ടാതെ കണ്ടുവിടാതെ കള്ളുടിച്ചാലും കണ്ടുവിടാന്ന് പറഞ്ഞ പോലെ ആര്യനെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ജയിച്ചതിന് പോലും അവർക്ക് ഇഷ്ടമില്ല. സാബുമേനെ ജയിപ്പിക്കാണ്ട ഇഷ്ടം. അപ്പോൾ സാബുമേനെ ആദ്യം കൈ വിട്ടിട്ട് തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞത് സാബുമേൻ ഈ കളിയിൽ നിന്ന് ഔട്ടായി എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഇതിൽ വേറൊരു വിഷയവും ഇല്ല. അപ്പോൾ ഇന്നലെ ജയിച്ചത് ആര്യൻ തന്നെയാണ്. ആര്യൻ നല്ല ഗെയിമറാണ്. അവൻ എത്ര നേരം വേണമെങ്കിലും ഇനിയും പിടിച്ചു നിൽക്കും. ആര്യൻ കൈ വിട്ടതുകൊണ്ടാണ് അവൻ സംസാരിച്ചത്. കൈ എടുത്തിട്ട് അവൻ പറഞ്ഞത് നീ കൈ വിട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ കൈ വിട്ടത്. അപ്പോൾ 89-90 ക്യാമറയുള്ള ആ ക്യാമറക്കാർ കണ്ടിട്ടാണ് ബിഗ് ബോസ് അതിൻ്റെ തീരുമാനം പറയണത്. അല്ലാണ്ട് നമ്മളിവിടെ TV കണ്ടിട്ടോ അല്ലെങ്കിൽ OTT കണ്ടിട്ടോ നമ്മൾ പറയണ പോലെ അല്ല ശരി. പിന്നെ നമുക്ക് വിശദമായിട്ടൊരു കാര്യം സംസാരിക്കാനുള്ളത്, ലാലേട്ടൻ ഇതിനു മുമ്പ് വന്നപ്പോൾ പറഞ്ഞു ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഔട്ടാവണവരെ കാര്യം നിങ്ങളൊരു കാരണവശാലും യൂട്യൂബേഴ്സ് അറിഞ്ഞാലും നിങ്ങളത് പുറത്തു വിടരുത്, ആ ഒരു സസ്പെൻസ് കളയരുത്, 1 ദിവസം 2 ദിവസം ആ സസ്പെൻസ് നിൽക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പുറത്താവുന്ന വെള്ളിയാഴ്ച ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പുറത്താവുന്ന മത്സരാർത്ഥികളെ ഞങ്ങളുടെ കാശ് മുടക്കി അവരെ ഞങ്ങൾ ഒരു ഹോട്ടൽ റൂമിൽ താമസിപ്പിച്ച് ഞായറാഴ്ച എപ്പിസോഡ് ടെലികാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് പ്ലെയിൻ ടിക്കറ്റ് കൊടുത്ത് പറഞ്ഞയക്കുന്നത്. അത്രയും ഭംഗിയായിട്ട് അത് സീക്രട്ടായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നു. ആ ഒരു സസ്പെൻസ് പൊളിക്കാനായിട്ട് നിങ്ങൾ ആരും കൂട്ടു നിൽക്കരുത്, നിന്നാൽ നിങ്ങൾക്ക് നല്ല അസല് പണി ഞങ്ങൾ തരും എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രമ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പുല്ല് വില ആ പറഞ്ഞതിനും ലാലേട്ടൻ പറഞ്ഞതിനും ബിഗ് ബോസ് പറഞ്ഞതിനും പുല്ല് വലിയ കണക്കാക്കിയിട്ടുണ്ട്. വീണ്ടും ഈ ലക്ഷ്മി ഔട്ടായപ്പോൾ, വെള്ളിയാഴ്ച ലക്ഷ്മി ഔട്ടായതാണ്, ഞായറാഴ്ച ലക്ഷ്മി ആ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് എയർപോർട്ടിലെത്തിയത്. അപ്പോൾ വെള്ളിയാഴ്ച ഔട്ടായപ്പോൾ തന്നെ പല യൂട്യൂബേഴ്സും ലക്ഷ്മി ഔട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു. അത് ഈ ബിഗ് ബോസിനോട് ചെയ്താൽ നിങ്ങൾ ഏറ്റവും വലിയ നെറികേടാന്ന് ഞങ്ങൾ പറയും. അതിനെക്കുറിച്ച് നമുക്കൊന്നൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണാം. അത് വെറും ലോക്കൽ ചാനലിൽ വന്ന വീഡിയോ ഒന്നല്ല, അത് വലിയൊരു ചാനലിൽ വന്ന വീഡിയോ ആണ്. ആ വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാനെ കുറിച്ച്. ബിഗ് ബോസിൽ വിവരങ്ങൾ ചോരുന്നു. പ്രത്യേകിച്ച് എവിഷൻ അടക്കമുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർ നേരത്തെ അറിയുന്നു. ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയുടെ ക്ലൈമാക്സ് നേരത്തെ വെളിപ്പെടുത്തിയാൽ ആസ്വാദനം അസാധ്യമാകും. അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് പരിപാടി. വിവരങ്ങൾ ചോരുന്നത് പരിപാടിയുടെ രസവും ദൃശ്യ വശ്യതയും തകർക്കും എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആരാധകർ ഒറ്റക്കെട്ടായി അത് വ്യക്തമാക്കുന്നു. പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നില്ല, അവർ പ്രതിഷേധത്തിലാണ്. നിരവധി പ്രേക്ഷകർ ബിഗ് ബോസ് ഷോയെ ആവേശത്തോടെ കാത്തിരിക്കുന്നു. എന്നാൽ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ടെലികാസ്റ്റിന് മുൻപ് വിവരങ്ങൾ ചോർത്തി പുറത്തുവിടുന്നു. അത് പരിപാടിയുടെ
ആകർഷണമായ ആകാംക്ഷയെ ഇല്ലാതാക്കുന്നു, ജിജ്ഞാസയെ തകർക്കുന്നു, കാത്തിരിപ്പിന്റെ ആനന്ദം ഇല്ലാതാക്കുന്നു. വിവരങ്ങൾ ചോരുന്നത് നല്ലതല്ല എന്ന് നടൻ മോഹൻലാൽ തന്നെ എടുത്ത് പറയുകയും ചെയ്യുന്നു. ടെലിവിഷൻ ഷോകളെയും സിനിമകളെയും ഒക്കെ തകർക്കുന്ന ഇത്തരം ചോർത്തലുകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആരാണ് അതിനു പിന്നിൽ? അവരുടെ ഗൂഢാലോചന പുറത്തു വരുമോ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ പ്രേക്ഷകൻ ഗൗതമാണ്. ഗൗതം, ഈ ഇന്നലെ ഔട്ടാകുന്ന ആളെ കുറിച്ച് ഗൗതം നേരത്തെ മനസ്സിലാക്കിയിരുന്നു? വെള്ളിയാഴ്ച തന്നെ അറിഞ്ഞിരുന്നു. ഒരു പ്രമുഖ ചാനലിൽ വന്ന ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ പറയുന്ന വിളിച്ചുള്ള ആൾക്കാർ മുഴുവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രേക്ഷകർ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ കാണുന്ന ഒരു ആകാംക്ഷ ബിഗ് ബോസ് അതിൽ രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ട്. അതാണ് ഇവർ പൊട്ടിച്ച് കളയുന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ച് കളയേണ്ടായിരിക്കണമെങ്കിൽ ബിഗ് ബോസ് തന്നെ ഇതിന് അടുത്ത സീസണിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇതിന് തീരുമാനം ഉണ്ടാക്കാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശനി ഞായറും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഒരൊറ്റ പ്രേക്ഷകരെ പോലും അതിൻ്റെ ഉള്ളിൽ കയറ്റരുത്. ഞങ്ങൾക്ക് ആ ലാലേട്ടൻ്റെ മുമ്പിൽ പ്രേക്ഷകർ ഇരുന്ന് കൈയടിക്കണമെന്നും ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ഈ സസ്പെൻസ് മുഴുവൻ യൂട്യൂബേഴ്സിന് ചോർത്തി കൊടുക്കുന്നത് അവിടെ വരുന്ന നിങ്ങളുടെ ഗസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ഇഡ്ഡലിയിൽ നിന്ന് ഉച്ചയ്ക്ക് മൂക്കും മറ്റേ ഫുഡ് അടിച്ച് ഉച്ചരിഞ്ഞ് ചായയും കുടിച്ച് വൈകുന്നേരം വരെ ഷൂട്ടിങ്ങും കണ്ട് കൈയടിച്ച് ലാലേണ്ണയും കൊണ്ടുപോകുന്ന അപ്പം തന്നെ അവർ പുറത്തിറങ്ങി വഴിക്കുക സകല വാട്സപ്പ് ഗ്രൂപ്പിലും അവർ പോസ്റ്റ് ചെയ്യണം. ഇന്നാളാണ് അറസ്റ്റ് ചെയ്ത് പുറത്തായത്, ഇന്നാളാണ് പുറത്തായ ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ യൂട്യൂബേഴ്സ് എടുത്ത് അത് ചെയ്തു തുടങ്ങി. അപ്പോൾ എന്തായി? എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ പാവം മോഹൻലാൽ ശശിയായി. ഇവിടെ ആൾക്കാർ ഇതെല്ലാം കണ്ടു. പിന്നെ അവർക്ക് എപ്പിസോഡ് കാണണമെന്നുമില്ല, സസ്പെൻസ് പൊളിഞ്ഞു പോയില്ലേ, ബിഗ് ബോസും ശശിയായി. അപ്പോൾ ഇതിന് നിങ്ങൾക്കൊരു പരിഹാരം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. ആർക്കായാലും ആ ആകാംക്ഷ നിലനിൽക്കണം. ദൃശ്യം സിനിമ കാണുന്ന പോലെ ആകാംക്ഷ ത്രില്ലിങ് നമുക്ക് നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രേക്ഷകരെ അതിൻ്റെ ഉള്ളിൽ കയറ്റരുത്. പ്രേക്ഷകർ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ എന്തായാലും ചോർത്തി കൊടുക്കാൻ സാധ്യത കുറവാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ചോറണത്, അവരധികം ചോർത്തി കൊടുക്കില്ല. ഈ വരുന്ന പ്രേക്ഷകരാണ് ബിഗ് ബോസിനെ ചതിക്കുന്നത്, വഞ്ചിക്കുന്നത്. അത് കേട്ട് നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും യൂട്യൂബേഴ്സ് വീണ്ടും എടുത്ത് ചെയ്യും, വീണ്ടും പറയും. അപ്പോൾ ലക്ഷ്മി ഔട്ടായതുപോലെ നമ്മളൊന്നും പറഞ്ഞില്ല. നമ്മളൊക്കെ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രചരിക്കുന്നുണ്ടായിരുന്നു, നമ്മൾക്ക് കാണുകയും ചെയ്തു. പക്ഷേ നമ്മളെന്തുണ്ടായി? അതൊന്നും നമ്മൾ വെടിയാക്കാൻ പോയില്ല, നമ്മൾ പറയാനും പോയില്ല, നമ്മൾ ചെയ്തുമില്ല. അപ്പോൾ അത് ആ ഒരു മാന്യത എല്ലാവരും കാണിക്കണമെന്നില്ല. എല്ലാവർക്കും 10 വ്യൂ കൂടുതൽ കിട്ടണം, 10 രൂപ സമ്പാദിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സീസണിൽ വരുന്ന 100 ദിവസത്തെ എപ്പിസോഡ് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ മാന്യമായുള്ളൊരു പൈസ എല്ലാ യൂട്യൂബേഴ്സിനും കിട്ടുന്നുണ്ട്. അപ്പോൾ ചെമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. 10 വ്യൂവിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞുള്ള ഒരു വലിയൊരു ബിഗ് ബോസ് ഷോയുടെ എല്ലാ ക്രെഡിബിലിറ്റിയും നമ്മളായിട്ട് നശിപ്പിക്കരുത് എന്നാണ് നമ്മൾ പറയണത്. അപ്പോൾ അടുത്ത സീസണിലെങ്കിൽ നിങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഒരൊറ്റ പ്രേക്ഷകരെ അതിൻ്റെ ഉള്ളിൽ കയറ്റരുത്. നമുക്കതിൻ്റെ ആവശ്യമില്ല. ബിഗ് ബോസ് ഷോയ്ക്ക് അവിടെ ഇരുന്ന് കൈയടിക്കാനായിട്ട് ഒരു കുതിരാളിയും കയറ്റേണ്ട കാര്യമില്ല. അവരൊക്കെ പടിക്ക് കടക്കു പുറത്തുനിന്ന് പറഞ്ഞ പോലെ അവരൊക്കെ പടിയടച്ച് പിണ്ണം വയ്ക്കണം ബിഗ് ബോസ്. അല്ലെങ്കിൽ ഈ സസ്പെൻസും ഒക്കെ പൊളിഞ്ഞു പോകും. അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മത്സരാർത്ഥികളെ പുറത്തേക്ക് വിടാണ്ടിരിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ശനി ഞായറും നിങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള സകല ആൾക്കാരെ ഫോണും മേടിച്ച് കസ്റ്റഡിയിൽ വയ്ക്കണം. അത്യാവശ്യം ഫോൺ വന്നാൽ മാത്രം അവർക്ക് കൊടുക്കുക, അത്യാവശ്യക്കാർക്ക് മാത്രം കൊടുക്കുക. അല്ലാണ്ട് ഈ കോടിക്കണക്കിന് ഒരു 2 കോടി 2.5 കോടി ജനങ്ങളും ബിഗ് ബോസ് കാണുന്നുണ്ട്. ആ 2.5 കോടി ജനങ്ങളെ ആകാംക്ഷ മുൾമുനയിൽ നിർത്താൻ വേണ്ടി നിങ്ങളൊരു അതിൻ്റെ ഉള്ളിലൊരു ജോലിക്കാരും ഈ 10 ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ടുള്ള സർക്കസ് നിർത്തുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് നിങ്ങളുടെ മോഹൻലാലിൻ്റെ മുമ്പിൽ ആൾക്കാർ ഇരിക്കുന്ന പോലെ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ AI ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതിന് ഈ കൂതറാളെ കൊണ്ടിരുത്തിയിട്ട് അവർക്ക് ചോറും ചാറും എന്തെങ്കിലും കൊടുത്ത് നിങ്ങൾക്ക് തന്നെ ഇട്ടിട്ട് പാര വയ്ക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ കയറ്റാണ്ടിരിക്കുക. ഒരൊറ്റ ആളെ ബിഗ് ബോസ് ഷോ ഷൂട്ടിങ് കാണാനായിട്ട് വിളിക്കരുത് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സീസണിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.